Hi friends, welcome to 5 Stack Life. In actually, we will പരിചയപ്പെടുത്തുന്ന UTL hybrid inverter. അത് high frequency hybrid inverter ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് അതുപോലെ തന്നെ അല്ലെങ്കിൽ അൺബോക്സിംഗ് ഇല്ല ആക്ച്വലി അതിന്റെ ആൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പാർട്സും അതിന്റെ സ്പെയറും അതെങ്ങനെ കണക്ട് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തു, ബോക്സിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടൻസ് അതിൽ എന്തൊക്കെയാണ് ബോക്സ് കണ്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നുള്ളത് ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ 5 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ കൂടാതെ വാൾ മൗണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആങ്കർ ബോൾട്ട്, അതുപോലെ തന്നെ കുറച്ച് ടൂൾസ് കാണാം. പിന്നെ എർത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കാണാം. പിന്നെ അതുപോലെ തന്നെ MC4 കാണാൻ കഴിയുന്നതാണ്. പിന്നെ അത് CT കോയിൽ വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹൈബ്രിഡ് ഇൻവേർട്ടർ നമ്മൾ ഒരു ഓൺ ഗ്രിഡ് പോലെ ഉപയോഗിക്കുകയാണ്. പക്ഷേ നമുക്ക് നെറ്റ് മീറ്റർ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എക്സ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു വിഡിത്തരാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് യൂണിറ്റ് കൺസംഷൻ പോലെയാണ് കാണിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മളിതൊരു CT കോയിൽ ഇട്ടിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ടുള്ള ലോഡ് മാത്രം അതിലൂടെ ഉപയോഗിക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരു CT കോയിൽ ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇത് ബാറ്ററിയുമായുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള RJ45 കേബിളാണ്. പിന്നെ കൂടാതെ വരുന്നത് നമ്മുടെ വൈഫൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോങ്കിളാണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ സൈഡ് വ്യൂ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാം. അതായത് ഇൻവെർട്ടർ ഓൺ ഓഫ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ PV സ്വിച്ച് ആണ്. നമുക്ക് PV സോളാറിൻ്റെ ഒരു ഇൻപുട്ട് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോട്ടറി സ്വിച്ചും കാണാം. പിന്നെ ഇത് 3 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ്, ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് ഒരു സിംഗിൾ സ്ട്രിങ് ആണ് പാനൽ കൊടുക്കാൻ കഴിയുന്നത് ഇൻവെർട്ടറിലോട്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാറ്ററിയുടെ പ്ലസ് മൈനസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് 2 കാണാം. ഒന്ന് ജനറേറ്റർ സെറ്റ് കൊടുക്കാനുള്ളതും ലോഡ്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ലോഡും അതുപോലെ തന്നെ ഗ്രിഡ് കണക്ട് ചെയ്യാനുള്ള സെക്ഷൻസ് ആണ് കാണുന്നത്. ഇനി നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു അലങ്കിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അതായത് ഗ്രിഡ് കണക്ട് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ലോഡ്, നമ്മുടെ വീട്ടിലോട്ടുള്ള ലോഡ് കണക്ട് ചെയ്യാനുള്ളത്, ജനറേറ്റർ കണക്ട് ചെയ്യാനുള്ള സംഭവം. കൂടാതെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പാരലൽ 1 അതായത് നമുക്ക് ഈ ഇൻവെർട്ടർ എന്ത് ചെയ്യാം, ഇൻവെർട്ടർ തന്നെ പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ കൂടാതെ ഇതിൽ ബാറ്ററി കമ്മ്യൂണിക്കേഷൻ വേണ്ടി CAN പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പോർട്ടുകളാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ കണക്ട് ചെയ്യാനുള്ള, സ്മാർട്ട് മീറ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. പിന്നീട് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് ബാറ്ററിയുടെ മൈനസും പ്ലസും. പിന്നെ ഇവിടെ ഒന്നുമില്ല, ആൾറെഡി നമ്മൾ പുറത്തുനിന്ന് കണ്ട കാര്യങ്ങളുടെ ഒരു ഉൾവശം മാത്രമാണ്. നമ്മൾ കണക്ട് ചെയ്യാനുള്ളതൊക്കെ ഉൾഭാഗത്താണ്, ഉൾഭാഗത്ത് കണക്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് 3 കിലോ വാട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഇത് 48 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന ഒരു 3 കിലോ വാട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്ന് സ്പെക്ഷീറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് IP65 റേറ്റഡ് ആണ്. അത് പുറത്ത് വെക്കാൻ ഇത് ഓക്കെയാണ്, പുറത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അതുകൊണ്ടാണ് നമുക്കിതിൽ കാണാം, അതിൻ്റെ പുറത്തെ കവറിൽ നമുക്കിതിൻ്റെ ഒരു ബീഡിങ് കാണാം. അത് വെള്ളം ഒന്നും ഉള്ളിലോട്ട് കയറാതിരിക്കാൻ ചെറിയ സ്പ്ലാഷ് ഒക്കെ റെസിസ്റ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ IP65 റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുപോലെ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഇതിൽ പിന്നെ നമുക്ക് നോക്കുന്ന 500 വോൾട്ട് DC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒപ്റ്റിമൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു 25 വോൾട്ട് വരെയാണ്. അതുകൂടാതെ തന്നെ 18 ആംപിയർ DC ഇതിൽ നമ്മൾ ഇൻപുട്ട് കറണ്ടായിട്ടും 27 ആംപിയർ വരെയുള്ള DC നമുക്ക് ഇതിലോട്ട് കൊടുക്കാനും കഴിയും. അപ്പോൾ നമുക്കതൊരു സിംഗിൾ സ്ട്രിങ് ആയിട്ട് തന്നെ 4800 വാട്ട്സ് പാനൽ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 6000 വാട്ട്സ് ആണ് ഇതിൻ്റെ ഓവർലോഡ് കാണിക്കുന്നത്, അതായത് പീക്ക് എടുക്കാൻ കഴിയുന്നത് 10 സെക്കൻഡ്സിന്. ഈ ഹൈ ഫ്രീക്വൻസി ഇൻവേർട്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നതാണ്, അതായത് 3300 VA ആണ് അപ്പാരൻറ്റ് പവർ ആയിട്ട് ഇവിടെ പറയുന്നത്. ഇവിടെ കാണാൻ കഴിയും, അതായത് 3300 VA എന്ന് പറയുന്നത് ഇത് 3000 വാട്ട്സ് ഔട്ട്പുട്ട് ലോഡ് കണ്ടിന്യൂസ് ആയിട്ട് തരാൻ കഴിയുന്ന ഒരു ഇൻവേർട്ടറാണ്. അതാണ് ഈ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമൽ ഇൻവെർട്ടേഴ്സൊക്കെ നമുക്കൊരു ഓഫ് ഗ്രിഡ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 48 വോൾട്ടിൽ ഒരു 5 kVയുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം 4000 വാട്ട്സൊക്കെയാണ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ നമുക്ക് 2500 വാട്ട്സിന് കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് അപ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 3500-4000 വാട്ട്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ നമുക്ക് ഓവർ ഹീറ്റ് ആയിട്ട് ഓഫ് ആവുന്ന ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 82%, 80-82% ആണ്. ഇതിൻ്റെ ഒരു കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത്, ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 95% ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു 15% എനർജി ലോസ് കുറയ്ക്കാൻ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറുകൾ സാധിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ UTLൻ്റെ 51.2 വോൾട്ട് 100 ആഴ്ച വരുന്ന ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. 5 വർഷം വാറണ്ടി വരുന്ന 3500 സൈക്കിൾ 80% ഡിസ്ചാർജ് പറയുന്ന ഒരു ബാറ്ററി. ഈ ഒരു ബാറ്ററിയിൽ സകല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും അവൈലബിൾ ആണ്. അതായത് 485 പ്രോട്ടോക്കോളും അതുപോലെ തന്നെ CAN പ്രോട്ടോക്കോളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ
കമ്മ്യൂണിക്കേഷനൊക്കെ BMS കമ്മ്യൂണിക്കേഷനൊക്കെ ഹൈബ്രിഡ് ഇൻവെർട്ടറുമായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിതിന് ഓപ്പൺ ചെയ്തിട്ടും കാര്യങ്ങളായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, അത് സെൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, ക്യാൻ പ്രോട്ടോകോൾ കണ്ടില്ല. നമ്മൾ മുമ്പ് ഇറങ്ങിയിരുന്ന UTL 48 വോൾട്ടിൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 485 പ്രോട്ടോകോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ ബേസിക് സെറ്റിംഗ്സ് നമുക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു സൈറ്റിൽ നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള വീഡിയോ നമുക്ക് വേറെയും കാണിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സെറ്റിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാറ്ററിയുടെ സൈഡിൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണാം. ബാറ്ററിയിലോട്ട് കറണ്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഒരു ആരോ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഗ്രിഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലോഡിൻ്റെ ഒരു സ്റ്റാറ്റസ് കാണിക്കണമെന്നില്ല. 16 വാട്ട്സ് ആണ് ലോഡ് ഓൺ ആയി കിടക്കുന്നതുകൊണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഓൺ ആയി കിടക്കുന്നതെന്ന് മാത്രം. അതുപോലെ തന്നെ അറൗണ്ട് 0.62 ആംപിയർ ആണ് ബാറ്ററിയിൽ നിന്ന് കൺസംഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ബേസിക് വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പവർ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി സെറ്റിങ്സ് ഇപ്പോൾ ലിഥിയത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാക്സിമം ചാർജിങ് ആംപിയർ, മാക്സിമം ഡിസ്ചാർജിങ് ആംപിയറിൻ്റെ ഒക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. കൂടാതെ ബാറ്ററി പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കൂടാതെ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള സെറ്റിങ്സും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. സിസ്റ്റം വർക്ക് മോഡ് കണ്ടില്ല, സെല്ലിംഗ് ഫസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ CT ഇട്ടതുപോലെ 0 എക്സ്പോർട്ട് ടു CT അങ്ങനെയുള്ള സെറ്റിങ്സുകൾ കാണുന്നുണ്ട്. പിന്നെ മാക്സിമം എത്ര സെല് ചെയ്യണം, അതായത് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ള നമുക്കിവിടെ മാറ്റി കൊടുക്കാം. നമുക്ക് അധികം എക്സ്പോർട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ടൈം, ഇത് ഏത് ടൈമിൽ ഗ്രിഡിന് ചാർജ് ചെയ്യണം എന്നുള്ള സെറ്റിങ്സ് ഒക്കെ മാറ്റാനുള്ളതാണത്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഒരു ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണിക്കാവുന്നതാണ്. ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഓപ്പൺ ചെയ്ത ഒരവസ്ഥകളുണ്ട്. ഇതൊരു പോസ്റ്റ്മോർട്ടം ചെയ്തല്ല എന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് ഇതിനെ ഫുള്ള് മുഴുവനായി തുറന്നിട്ടുള്ള ഒരു വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്.